ജലീൽ പുനലൂർ, നോക്കൂ, ഇതൊക്കെയും നിലപാട് മാറ്റത്തിൻ്റെ സൂചനകളാണ്. ഒന്നാദ്യം പറയുന്നു, പിന്നീട് അത് തിരുത്തി പറയുന്നു, ആർക്കൊക്കെയോ ഒപ്പമാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ഇത്ര പേടി? എന്തുകൊണ്ടാണ് ഈ നിലപാടില്ലായ്മ? നേതാക്കളുടെ പ്രസ്താവനയും അവരുടെ ആത്മകഥയിൽ അവരെഴുതുന്നതുമൊക്കെ ആപ്തവാക്യങ്ങളും മാറ്റാനാക്കാത്ത പുണ്യവാക്കുകളുമാണെങ്കിൽ ഈ ഇരിക്കുന്ന ബി ജെ പിക്കാർ, ഇപ്പൊ കുറെ ആളുകൾ പുതിയ ബി ജെ പിക്കാരാ രണ്ടുപേര്, ഈ ബി ജെ പിയുടെ പ്രതിനിധി അടക്കം ശരീരനായ കെ ജി മാരാർജിയുടെ ആത്മകഥ ഒരു പക്ഷേ ജനം ടി വിയിൽ തന്നെ കാണും, ഒന്ന് വായിക്കണം. അടിയന്തരാവസ്ഥ കാലത്ത് തലശ്ശേരി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പം സെയ്ദ് ഉമർ ബാഫക്കി തങ്ങൾക്ക്, മുസ്ലിം ലീഗ് നേതാവായ സെയ്ദ് ഉമർ ബാഫക്കി തങ്ങൾക്ക് ഒതു എടുക്കാൻ വെള്ളം കൊണ്ടു കൊടുത്ത ആളായിരുന്നു കെ ജി മാരാർജി. അപ്പൊ അദ്ദേഹം അന്ന് മുസ്ലിം പ്രീണനവും പുറത്തിറങ്ങി വന്നാൽ ഞാൻ മുസ്ലിം സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് കുറച്ച് വോട്ട് ബാങ്ക് കരസ്ഥമാക്കാൻ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ കെ ജി മാരാർജി അത് ചെയ്തത്? മറ്റൊന്ന്, ബാലന്റെയും അല്ലെങ്കിൽ സജി ചെറിയാന്റെയും പ്രസ്താവന അവിടെ ഇരിക്കട്ടെ, വലിയ വേദവാക്യം വന്നിരുന്നു ബി ജെ പി പ്രതിനിധി പറയുന്നുണ്ടല്ലോ. 991 അധിക കാലമൊന്നുമില്ല, 998 91 ബേപ്പൂരും വടകരയും 2 മണ്ഡലത്തിൽ ഈ നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന 906 രാജ്യവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയ മുസ്ലിം ലീഗിനെ പോലെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ മതഭീകര പാർട്ടി, ആ പാർട്ടിക്ക് വേണ്ടി ശിഹാബ് തങ്ങളും കെ ജി മാരാരും ഒരേ വേദിയിൽ വോട്ട് പിടിച്ച കേരളത്തിലെ 2 മണ്ഡലങ്ങളാ. ജലീൽ പുനലൂർ പറയുന്നതല്ല. നിങ്ങൾക്ക് ആർജവത്വമുണ്ടെങ്കിൽ കെ ജി മാരാരുടെ ആത്മകഥ ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കൂ. അദ്ദേഹം പറയുന്നു, മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ശാക്തീകരണത്തെയും ശക്തിയെയും തകർക്കുവാൻ ഞങ്ങൾ നടത്തിയ ആദ്യ പരീക്ഷണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സജി ചെറിയാന്റെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ 4 പേരാണ് ഏകദേശം 45 മിനിറ്റോളം പ്രഭാഷണം നടത്തിയത്. നിങ്ങൾ ഒരു പൊതുബോധത്തിലെത്തിയിരിക്കുന്നു. സജി ചെറിയാൻ മാപ്പ് അപേക്ഷിച്ചു, അതും പാർട്ടി നിർദ്ദേശിച്ച്. എന്റെ പൊന്ന്, ഈ നിയമപാലകനായ അദ്ദേഹം അദ്ദേഹമായിരുന്നു, അഡ്വക്കേറ്റ് ആയിരുന്നു. നീതിന്യായ വ്യവസ്ഥ ഞങ്ങളൊക്കെ ഒരുപാട് ആദരിച്ചിട്ടുള്ള ആളാണ്. അബ്ദുൽ നാസർ മാദരിയുടെ ജാമ്യ ഹർജി പോലും ഹൈക്കോടതിയിൽ വാദിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് എന്റെ അറിവിൽപ്പെട്ട ആള്. നിങ്ങളൊക്കെ ഈ ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഇങ്ങനെ വിഷയങ്ങളെ വക്രീകരിക്കാൻ നിന്നാൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? ജലീൽ പുനലൂർ, ഈ ചരിത്രം കൊണ്ട് പുതിയ സംഭവങ്ങളെ ഓട്ടയടക്കരുത്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ 100 വട്ടം മാധ്യമങ്ങളിലൂടെ മൈക്ക് വെച്ച് കെട്ടി പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷെ മറുവശത്ത് നേരത്തെ ടി.എസ്. ഉല്ലാസ് ബാബു അത് ചൂണ്ടിക്കാട്ടിയതാണ്. ആലപ്പുഴയിലെ വേദിയിൽ ദലീമ എന്ന MLA-യും മലപ്പുറത്തെ വേദിയിൽ വി അബ്ദുറഹ്മാനും ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിലെത്തിയല്ലോ കഴിഞ്ഞ ദിവസം. എന്നിട്ടെന്തുകൊണ്ട് അവരോട് ഇക്കാര്യങ്ങൾ ചോദിച്ചില്ല, മാപ്പ് പറയിപ്പിച്ചില്ല, തിരുത്തിച്ചില്ല? അപ്പോൾ പുതിയ സംഭവങ്ങളൊക്കെയും നിങ്ങളുടെ വർഗീയ കാർഡ് എന്താണെന്ന് വ്യക്തമാക്കുന്നതല്ലേ? ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ ഇത്തരം വിഷയങ്ങളിലെ നിലപാട് ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹത്തിന് കൃത്യമായി ബോധ്യമുണ്ട്. നാട്ടിലുള്ള ജനസമൂഹത്തിന്റെ വോട്ട് വാങ്ങി അധികാരത്തിലേറുന്ന ഒരു മന്ത്രിക്കും ഒരു MLA-ക്കും ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ലേബലല്ല, പല രീതിയിലുള്ള സാംസ്കാരിക സംഘടനകളുണ്ട്, ജീവകാരുണ്യ സംഘടനകളുണ്ട്. നന്മ എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ സംഘടന, ആ സംഘടനയുടെ ഒരു ആംബുലൻസ് സമർപ്പണം അല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംവിധാനമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങനെ ആര് വിളിച്ചാലും പോകുമോ? അങ്ങനെ ആര് വിളിച്ചാലും ബൗദ്ധിക രംഗത്ത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പ്രസ്ഥാനമെന്ന് അഭിമാനിക്കുന്നതാണ് RSS. നാഗ്പൂരാണല്ലോ അതിന്റെ ആസ്ഥാനം. അതിന്റെ സർ ചങ്ക് ചാലകിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ പോയിരുന്നിട്ടുണ്ട് ചർച്ചയ്ക്ക് വേണ്ടി. അത് തെറ്റാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. അതിന്റെ അർത്ഥം RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും കൂടെ ഐക്യപ്പെട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ചർച്ചയുടെ ഭാഗമാണ് അതെന്ന് താങ്കൾ വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെ പോയത് ഐക്യപ്പെടാൻ വേണ്ടിയാണോ? ഐക്യപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ഐക്യപ്പെട്ടിട്ടില്ലേ? ഒരു ജമാഅത്തെ ഇസ്ലാമി ആയിട്ടും RSS-ഉമായും BJP-യുമായും പോപ്പുലർ ഫ്രണ്ടുമായും ഇത്തരം ചിത്രശക്തികളുമായി എവിടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും ഒരു ഐക്യപ്പെടലും ഉണ്ടാക്കിയിട്ടില്ല.